ഹായ് ഫ്രണ്ട്സ്, മുളപ്പിച്ച റാഗിപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നൊരു വീഡിയോ ആണിത്. 1 കിലോ റാഗി എടുത്തിട്ടുണ്ട്. പഞ്ഞിപ്പുല്ല്, കൂരക പല പേരുകളിൽ അറിയപ്പെടും. അത് വെള്ളം 2-3 വെള്ളത്തിൽ 3-4 തവണ കഴുകി കല്ലൊന്നുമില്ലാതെ നല്ലതായിട്ട് വൃത്തിയാക്കി വെള്ളം കുതിരാനായിട്ടിടാം. ആ റാഗിയുടെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വേണം കുതിർക്കാനിടാൻ. അത് 8 മണിക്കൂർ കുതിർക്കണം. അതിന് ശേഷം വേണം നമുക്കിത് ഊറ്റിയെടുക്കാൻ. 8 മണിക്കൂറായിട്ടുണ്ട്. വേണ്ട കേട്ടോ, നല്ലതായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെയിനർ എടുത്ത് അതിലേക്ക് ഞാൻ ഒരു തോർത്ത് വിരിച്ചു കൊടുക്കുക. വെള്ളത്തുണിയായാലും മതി, വൃത്തിയുള്ളതായിരിക്കണം. അതിലേക്ക് ആ വെള്ളത്തോടുകൂടി ആ റാഗി മുഴുവനും ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരു കിഴി കെട്ടുന്നത് പോലെ അങ്ങ് ആക്കി, കണ്ടോ, ഈ രീതിയിലൊന്ന് കെട്ടി ഒരു ചരുവത്തിലോ വല്ലതും അടച്ച് എയർ ടൈറ്റായിട്ട് വെക്കണം. 24 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതെടുക്കാം. അതിനിടയ്ക്ക് മുളച്ചിട്ടില്ലെങ്കിൽ 12 മണിക്കൂർ കഴിയുമ്പോൾ നോക്കണം. അപ്പം മുള പൊട്ടിയിട്ടില്ലെങ്കിൽ അതിന് ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. ഞാൻ 24 മണിക്കൂറിന് ശേഷമാണ് എടുത്തത്. അപ്പോഴത്തേക്കും നന്നായിട്ട് മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേണ്ട 24 മണിക്കൂറായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേ കണ്ടോ, നല്ലതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ടഴിച്ച് അത് വെയിലത്ത് ഉണക്കിയെടുത്ത് മില്ലിൽ പൊടിപ്പിച്ചെടുക്കും. ഇത് ഈ മുളപ്പിച്ച ധാന്യത്തിന് പ്രോട്ടീൻ കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു റാഗിപ്പൊടി തയ്യാറാക്കുന്ന ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞ് അത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവരും ഇപ്പം റാഗിയൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഈ പ്രോട്ടീൻ കൂടുതലുണ്ട്, ഗുണം കൂടുതലാണ്. അതുകൊണ്ട് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.